നമസ്കാരം, ഗുഡ് ഈവനിംഗ്. 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറം ഊർങ്ങാട്ടേരിയിൽ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് അരീക്കോട് സ്വദേശി ആസിഫിന്റെ മകൻ ഇവാൻ. കുട്ടിയെ പൂളിൽ കണ്ടെത്തിയത് വീണ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരനെ ക്രൂരമായി ഉപദ്രവിച്ചു കൊന്ന അഷ്കർ സ്ഥിരം കുറ്റവാളി. അഷ്കറിന്റെ ക്രൂരമർദ്ദനത്തിൽ ആദ്യ ഭാര്യയുടെ ശരീരം തളർന്നു. പാലോട് സ്വദേശിനി ആമിന കോമയിൽ കഴിഞ്ഞത് 13 മാസം. വിവാഹം കഴിഞ്ഞ ആദ്യ ആഴ്ച മുതൽ മകളെ കൊല്ലാക്കൊല ചെയ്ത ആമിനയുടെ മാതാവ് 23 വയസ്സുകാരി 2 വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. മാങ്ങ പറിക്കുന്നതിനിടെ ടെറസിൽ നിന്നും വീണ 16-കാരന്റെ കഴുത്തിൽ ഗേറ്റിന്റെ കമ്പി തുളച്ചുകയറി. കഴുത്തിൽ തുളച്ചുകയറിയ കമ്പി അഗ്നിരക്ഷാസേന മുറിച്ചുമാറ്റി. ഗേറ്റിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയാണ് വീട്ടുകാർ വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് 2 മരണം. പാലക്കാട് നെന്മാറയിൽ ചികിത്സയിലായിരുന്ന 13-കാരി മരിച്ചു. ആലപ്പുഴ അരൂർ സ്വദേശിനി നിയാലിനിൻ മരിച്ചത്. കൊച്ചിയിൽ ചികിത്സയിലിരിക്കെ കോഴിക്കോട് മുക്കത്ത് വീട്ടുവളപ്പിൽ നിന്ന് 50 കിലോയിലധികം തൂക്കമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാനെതിരെ വിമർശനവുമായി അമ്പലപ്പുഴ എം.എൽ.എ. ജി സുധാകരൻ. ആദ്യമായി എം.എൽ.എ. ആയ ആൾ മറ്റൊരു എം.എൽ.എക്ക് മേൽ അധികാരം സ്ഥാപിക്കുന്നുവെന്ന് വിമർശനം. അമ്പലപ്പുഴ മണ്ഡലത്തിൽപ്പെട്ട തോട്ടപ്പള്ളി സ്പിൽവേ സന്ദർശിച്ചതിന് ശകാരം. നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ റെജി ചെറിയാൻ ശിക്ഷിക്കപ്പെടുമെന്നും ജി സുധാകരൻ. കോഴിക്കോട് വടകരയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് മുന്നിൽ നിക്ഷേപകൻ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ആരോപണം നേരിടുന്ന കടത്തനാട് ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തൽ. 2022-24 കാലയളവിൽ 2 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. ഇബ്രാഹിം ഹാജിയുടെ മരണത്തിൽ സഹകരണ വകുപ്പിൽ നിന്ന് റിപ്പോർട്ട് തേടി മന്ത്രി എം ലിജു. സൊസൈറ്റിയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിട്ട് സർക്കാർ. അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ തീരുമാനം നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ ആശ്വാസം നൽകുന്ന തീരുമാനമെന്ന് ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണം കോടതി നേരത്തെ തള്ളിയതെന്ന് MV ജയരാജൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസ് പുനരന്വേഷിക്കണമെന്ന അതിജീവിത നാളെ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യമുന്നയിക്കും. പ്രതിക്കൊപ്പം നിന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം. അട്ടപ്പാടി മധു വധക്കേസിൽ 3 പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ കുടുംബം സുപ്രീം കോടതിയിലേക്ക്. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് മധുവിന്റെ സഹോദരി സരസു. സർക്കാർ നിയമസഹായം നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കുടുംബം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് അന്വേഷണവുമായി ED മുന്നോട്ട്. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ വിശദ പരിശോധന തുടരുന്നു. മരവിപ്പിച്ച 242 അക്കൌണ്ടുകളിലെ പണത്തിന്റെ സ്രോതസ്സും പരിശോധിക്കുന്നു. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുൾപ്പെടെ കോടതിയെ ധരിപ്പിക്കാൻ ED. കോടതി വിധി പിണറായി വിജയന്റെ മകൾ T വീണയ്ക്കും നിർണായകം. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 42 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വീണ്ടും അക്ഷരമുറ്റത്തേക്ക്. 1-ാം ക്ലാസ്സിൽ 3 ലക്ഷത്തിലധികം കുട്ടികൾ എത്തുമെന്ന പ്രതീക്ഷയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. സംസ്ഥാനതല ഉദ്ഘാടനം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ്. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. 4 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നും പ്രവചനം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവ അവധി അനുവദിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിനെതിരെ വനിതാ ലീഗ് മുൻ നേതാവ് നൂർബിന റഷീദ്. അവധി പ്രഖ്യാപിക്കുന്നത് പെൺകുട്ടികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലെ വിമർശനം. കേരളത്തിൽ ജനങ്ങളുമായി ചേർന്നു പോകുന്ന അതിവേഗ പാത വരുമെന്ന് പൊന്നാനി MLA KP നൌഷാദ് അലി. സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യം സംരക്ഷിച്ചുള്ള പദ്ധതിയാകുമിത്. UDFന്റേത് സിൽവർ ലൈൻ പോലെ സാധാരണക്കാരെ ശത്രുവാക്കിയ പദ്ധതിയല്ലെന്നും KP നൌഷാദ് അലി 24നോട്. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ സംഘർഷം തുടരുന്നു. ഹൂഗ്ലിയിൽ തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിക്ക് നേരെ ആക്രമണം. BJP പ്രവർത്തകർ ആസൂത്രിത ആക്രമണം നടത്തുന്നുവെന്ന് TMC. CBSE 12-ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിലെ വീഴ്ചയിൽ സൈബർ ആക്രമണമുണ്ടായെന്ന് സംബന്ധിച്ച് CBSE ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരുന്നതായി അധികൃതർ അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും CBSE.
മഹാരാഷ്ട്രയിലെ താനയിൽ മലയാളി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി 31 വയസ്സുള്ള വിഷ്ണു നായരാണ് കൊല്ലപ്പെട്ടത്. കൊലപാതക സംഘത്തിലെ രണ്ടുപേരെ പോലീസ് പിടികൂടി. ചെങ്ങന്നൂർ സ്വദേശിയാണ് വിഷ്ണു. ഡൽഹിയിൽ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ നടപടിയുമായി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ 2 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. അപകടത്തിൽ 3 മരണം സ്ഥിരീകരിച്ചു. ഇന്ധന കയറ്റുമതി തീരുവ കുറച്ച് കേന്ദ്രം. പെട്രോൾ ലിറ്ററിന് 1.5 രൂപയാക്കി, ഡീസലിന് 13.5 രൂപ, വിമാന ഇന്ധനത്തിന് 9.5 രൂപയാക്കി. പുതുക്കിയ കയറ്റുമതി തീരുവ 15 ദിവസത്തേക്ക്. പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ. ഹിമാചൽ പ്രദേശിലെ കസോളിൽ പരിഭ്രാന്തി പടർത്തി വിനോദസഞ്ചാരി. പ്രദേശവാസികൾക്ക് നേരെ വെടിയുതിർത്തു. ആക്രമണത്തിൽ കസോൾ സ്വദേശിക്ക് കാലിൽ പരിക്കേറ്റു. മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ സമഗ്രമായ ഇടപെടൽ നടത്താൻ ടൂറിസം വകുപ്പ്. സഞ്ചാരികൾക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ സ്ഥാപിക്കും. പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നത് മൂന്നാറിൽ നിരന്തരമായി ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് വിളിച്ചു ചേർത്ത യോഗത്തിൽ. മദ്യനയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി M ലിജു. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. ബാറുകളുടെ സമയമാറ്റം സംബന്ധിച്ച് തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തും. സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി M ലിജു. കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പൃഥ്വിരാജിനെ വയനാട്ടിലേക്കാണ് മാറ്റിയത്. വിരമിക്കാൻ 1 വർഷമുള്ളപ്പോഴാണ് സ്ഥലം മാറ്റം. ലഹരി മാഫിയയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ നടപടികൾ ഊർജിതമാക്കി പോലീസ്. തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്തുള്ള കടകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ലോട്ടറി തട്ടിപ്പിന്റെ മറവിലും വ്യാപക ലഹരി കച്ചവടം നടക്കുന്നെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. 24 ബ്രേക്കിംഗ്. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ വരുമാന പരിധി ബാധകമാകില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സ്ത്രീകൾ എല്ലായിടത്തും വരുമാന പരിധി കാണിക്കേണ്ടി വരുന്നതിനോട് യോജിപ്പില്ല. യാത്രാ സൗജന്യം ജൂൺ 15 മുതൽ തന്നെ നടപ്പിലാക്കുമെന്നും CP ജോൺ 24നോട് പറഞ്ഞു. കൊച്ചിയിൽ DJ പാർട്ടികൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് ഉത്തരവ്. രാത്രി 11 മണിക്ക് ശേഷം പബ്ബുകളിൽ DJ പാർട്ടികൾ അനുവദിക്കില്ല. നിയന്ത്രണം ലംഘിച്ചാൽ കർശന നടപടിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ മുന്നറിയിപ്പ്. തീരുമാനം DJ പാർട്ടികൾ കേന്ദ്രീകരിച്ച് ലഹരി കേസുകളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ. പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്കിടെ മുന്നറിയിപ്പുമായി അമേരിക്ക. ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. പോരാട്ടത്തിന് സേന സർവ്വസജ്ജമെന്നും ഹെഗ്സെത്ത്. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം തുടരുന്ന അമേരിക്ക നയതന്ത്ര വഞ്ചകരെന്ന് ഇറാൻ. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ തുടരുമെന്നും അന്തിമ കരാറിലെത്താൻ തിടുക്കമില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്നും വാങ്ങില്ലെന്നും ഇറാൻ ഉറപ്പു നൽകിയതായും ട്രംപിന്റെ അവകാശവാദം. IPLൽ ഇന്ന് കിരീടപ്പോര്. ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഫൈനൽ രാത്രി 7:30 അഹമ്മദാബാദിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നിലനിർത്തി PSG. ആവേശപ്പോരിൽ ആഴ്സണലിനെ തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. PSG സ്വന്തമാക്കിയത് ചാമ്പ്യൻസ് ലീഗ് തുടർച്ചയായി നേടുന്ന ആദ്യ ഫ്രഞ്ച് ക്ലബ് എന്ന നേട്ടം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിന് സമീപം ഇടവിലിങ്ങിൽ അങ്കനവാടി കെട്ടിടത്തിന് മുകളിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. ടെറസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് 1/2 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയത്. KPCC മെമ്പറും UDF മുൻ ജില്ലാ ചെയർമാനുമായ കടിയങ്ങാട് കിഴക്കയിൽ K ബാലനാരായണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പേരാമ്പ്ര EMS സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ ഹേമലത, മകൾ സിന്ധു. സ്പെയിനിലെ രാജ്യാന്തര മനഃശാസ്ത്ര സമ്മേളനത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച് കാഞ്ഞങ്ങാട് സ്വദേശി സുമേഷ് സുകുമാരൻ. സ്പെയിനിലെ ബാഴ്സലോണയിൽ മെയ് 28 മുതൽ 30 വരെയാണ് രാജ്യാന്തര കോൺഫറൻസ് നടന്നത്. ദൈനംദിന ശീലങ്ങളും ചിന്ത യുവജനങ്ങളുടെ കരിയർ വളർച്ചയെയും മാനസികാരോഗ്യത്തെയും കുറിച്ച് എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തിലാണ് പഠനം. കൊച്ചി പള്ളുരുത്തിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി മരിച്ചത് പള്ളുരുത്തി സ്വദേശി ഷിജോയ്. സുഹൃത്ത് ജൻസൺ പെടിയിൽ. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. ഇരുവരും തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചെന്ന് പോലീസ്. കോട്ടയം അടിച്ചിറയിൽ കാറുകൾ കൂട്ടിയിടിച്ച ഒരാൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ആർപ്പൂക്കര വില്ലൂന്നി സ്വദേശി ആന്റണി സേവ്യർ. 3 പേർക്ക് ഗുരുതര പരിക്ക്. ഇരുവശത്തു നിന്നും എത്തിയ കാറുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. കാസർഗോഡ് ബേക്കലിൽ പോലീസുകാരനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജ്വല്ലറിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി മനുവാണ് പിടിയിലായത്. കൗതുക കാഴ്ചയായി പീലി വിടർത്തി നൃത്തം ചെയ്യുന്ന മയിൽ. പത്തനംതിട്ട മണ്ണാപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ മയിലാണ് പീലി വിടർത്തി നൃത്തം ചെയ്തത്.
ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ രഞ്ജിത്ത് CS ആണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഗോകുലം ഗലേറിയ മാൾ 5ാം വാർഷികാഘോഷം കോഴിക്കോട് നടന്നു. കോഴിക്കോട് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷനായിരുന്നു. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ബൈജു ഗോപാലൻ, ആർക്കിടെക്ട് പ്രശാന്ത്, 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, മാൾ CEO രജനി, കൌൺസിലർമാരായ T റനീഷ്, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അറിയിപ്പുകൾ. കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സർവകലാശാല അംഗീകൃത കളരിപ്പയറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ അപേക്ഷ നൽകണം. ജൂൺ 30 വൈകുന്നേരം 5 വരെ അപേക്ഷ സ്വീകരിക്കും. അങ്കമാലി പുളിയനം GHSSൽ അധ്യാപക ഒഴിവ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി എന്നീ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്കാണ് നിയമനം. വ്യാഴാഴ്ച രാവിലെ 11 സ്കൂൾ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. എറണാകുളം പുല്ലേപ്പടി സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ ക്ലറിക്കൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. അഭിമുഖം ജൂൺ 6 രാവിലെ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ജൂൺ 3 വൈകുന്നേരം 5 വരെ സമർപ്പിക്കാം. ജൂൺ 8 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. എറണാകുളം മഹാരാജാസ് കോളേജിൽ വിവിധ BSc പ്രോഗ്രാമുകളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 ഉദ്യോഗാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ പുരുഷ ആയ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവ്. 7ാം ക്ലാസ്സാണ് യോഗ്യത. 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം. ജൂൺ 15 മുൻപായി രജിസ്റ്റർ ചെയ്യണം. എറണാകുളം ജില്ലയിൽ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ തസ്തികയിലേക്കുള്ള PSc അഭിമുഖം ജൂൺ 3 ഉദ്യോഗാർത്ഥികൾ നിശ്ചിത രേഖകളുമായി ജില്ലാ PSc ഓഫീസിൽ എത്തണം. 2026-27 അധ്യയന വർഷത്തെ ബാച്ചുലർ ഓഫ് ഡിസൈൻ കോഴ്സിലേക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നു. LBS സെന്റർ നടത്തുന്ന കേരള സ്റ്റേറ്റ് ഡിസൈൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 28 വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. അസാപ് കേരള മെഡിക്കൽ സെക്രട്ടറി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും പ്രായോഗിക പരിശീലനത്തിന് മുൻകൂക്കം നൽകുന്നതാണെന്ന് അസാപ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ മലബാർ ക്യാൻസർ സെന്ററിലാണ് പരിശീലനം. ദേശീയ വാർത്തകൾ. കർണാടക ഖാനാപൂരിൽ നാടൻ തോക്കുകൾ നിർമ്മിച്ചു വിറ്റ 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാത്ഗലി ഗ്രാമത്തിലെ അനധികൃത തോക്ക് നിർമ്മാണശാല പോലീസ് തകർത്തു. 9 നാടൻ തോക്കുകളും ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തു. അസമിൽ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ജൂൺ 5 മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ എക്സ് ഹാൻഡിലൂടെയാണ് പ്രഖ്യാപനം. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗുവാഹത്തിയിൽ നടക്കും. TMC ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പേർ അറസ്റ്റിൽ. തപൻ മൈതി, ആകാശ് എന്നിവരുൾപ്പെടെയുള്ള പ്രതികളാണ് പിടിയിലായത്. സൌത്ത് 24 പർഗാന ജില്ലയിലെ സോണാർപൂരിൽ വെച്ചാണ് അഭിഷേക് ആക്രമിക്കപ്പെട്ടത്. അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി. തലയിൽ ഹെൽമറ്റ് ധരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അഭിഷേക് രക്ഷപ്പെട്ടതെന്നും ഇല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാമായിരുന്നെന്നും മമതാ ബാനർജി. ദേശീയ പാരാ അത്ലറ്റ് ചിരാഗ് ത്യാഗിയെ ഗാസിയാബാദിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രാജ്യാന്തര മത്സരത്തിലേക്ക് യോഗ്യത നേടി ദിവസങ്ങൾക്കകമാണ് ദാരുണ സംഭവം. രാജ്യാന്തര വാർത്തകൾ. ഇറാനെതിരെ വീണ്ടും യുദ്ധഭീഷണിയുമായി അമേരിക്ക. സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും നടത്തിപ്പും നിയമമാക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇറാൻ പാർലമെന്റ് ഇത് സംബന്ധിച്ച കരട് ബിൽ വോട്ടിനിടാനൊരുങ്ങുന്നെന്ന് സൂചന. ലാവോസിലെ ഗുഹയിൽ കുടുങ്ങിയിരുന്ന 4 പേർ സ്വയം പുറത്തെത്തി. ഗുഹയിൽ കുടുങ്ങിയ മറ്റു 2 പേരെ ഇനിയും കണ്ടെത്താനായില്ല. 7-അംഗ സംഘം സ്വർണ്ണഖനനത്തിനായി ഗുഹയിൽ കടന്നത് മെയ് 19. യുഎസിൽ ഗ്രീൻ കാർഡ് കാത്തിരിക്കുന്ന വിദേശികൾക്ക് താൽക്കാലിക ആശ്വാസം. ഗ്രീൻ കാർഡ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ അപേക്ഷകർ രാജ്യം വിട്ടുപോകേണ്ടതില്ലെന്ന് US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ന്യൂജേഴ്സിയിലെ തടങ്കൽ കേന്ദ്രത്തിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിന് പിന്നിൽ പുറത്തുനിന്നുള്ളവരാണെന്ന് ഗവർണർ മൈക്കി ഷെറിൻ. അറസ്റ്റിലായ 6 പേരിൽ 5 പേരും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർ. പ്രതിഷേധം തടങ്കൽ കേന്ദ്രത്തിലെ മോശം സാഹചര്യങ്ങൾക്കെതിരെ.
കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ US സൈന്യം നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ട US സതേൺ കമാൻഡ്. ജപ്പാൻ നവസൈനികവൽക്കരണത്തിലേക്ക് കടക്കുകയാണെന്ന ചൈനയുടെ ആരോപണം തള്ളി ജപ്പാൻ. സ്വന്തം സൈനിക ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുന്ന ചൈനയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച ജാപ്പനീസ് പ്രതിരോധ മന്ത്രി. വാഷിംഗ്ടണിലെ കെമിക്കൽ ഫാക്ടറി ദുരന്തത്തിൽ മരണസംഖ്യ 11ആയി. എല്ലാ മൃതദേഹങ്ങളും കണ്ടെടുത്തു. ഫാക്ടറിയിലെ 9 ലക്ഷം ഗ്യാലൻ ശേഷിയുള്ള കൂറ്റൻ കെമിക്കൽ സംഭരണ ടാങ്ക് തകർന്നാണ് അപകടം. കോങ്കോയിൽ എബോള വ്യാപനം രൂക്ഷം. മൃതദേഹങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യുവറ്റ് കൂപ്പർ ഈ ആഴ്ച ചൈനയും ഇന്ത്യയും സന്ദർശിക്കും. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. ബിസിനസ് വാർത്തകൾ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിലെ ട്രേഡിംഗ് സമയത്തിൽ മാറ്റം. ഓഗസ്റ്റ് 3 മുതൽ എഫ്&ഒ മാർക്കറ്റ് വൈകിട്ട് 3:40 വരെ പ്രവർത്തിക്കും. ട്രേഡർമാർക്ക് അധികമായി 10 മിനിറ്റ് സമയം ലഭിക്കും. ഫോക്സ്വാഗൺ വാഹന നിർമ്മാതാക്കൾ ശ്രീലങ്കൻ വിപണിയിൽ പ്രവേശിച്ചു. 2 ജനപ്രിയ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളായ ടിഗ്വാൻ SUVയും വിറ്റ്വസ് സെഡാനുമാണ് പുറത്തിറക്കിയത്. നീക്കം ദക്ഷിണേഷ്യയിലെ ഫോക്സ്വാഗൺ ഗ്രൂപ്പിന്റെ വിപുലീകരണ പദ്ധതികളുടെ ഭാഗമായി. ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം 2031 വർദ്ധിക്കുമെന്ന റിപ്പോർട്ട്. US, ചൈന തുടങ്ങിയ സാമ്പത്തിക ഭീമന്മാരെ തള്ളി ആഗോളതലത്തിൽ അതിവേഗം ശതകോടീശ്വരന്മാർ വളരുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് നൈറ്റ് ഫ്രാങ്കിന്റെ വെൽത്ത് റിപ്പോർട്ട്. 2026നും 2031നും ഇടയിൽ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ 51% വർധനയുണ്ടാകുമെന്നും പരാമർശം. ഇന്ത്യൻ പ്രീമിയം ഇലക്ട്രിക് വാഹന വിപണിയിൽ പിടിമുറുക്കാൻ ടെസ്ല. ഏറ്റവും ജനപ്രിയ മോഡലായ മോഡൽ വൈയുടെ വില വൻതോതിൽ കുറയ്ക്കാൻ ധാരണ. ആഭ്യന്തര വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞു. ചൈനയിൽ ഫാക്ടറി ഉൽപാദനം മന്ദഗതിയിൽ. രാജ്യത്തിനകത്ത് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ കുറഞ്ഞതും ഉൽപാദന ചെലവ് കൂടിയതുമാണ് കാരണം. ഫ്രാൻസിൽ റെക്കോർഡ് നിക്ഷേപവുമായി ജാപ്പനീസ് ആഗോള നിക്ഷേപകരായ സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പ്. AI ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിക്കായി 75 ബില്യൺ യൂറോ നിക്ഷേപിക്കുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം. കായിക വാർത്തകൾ. ഇന്ത്യൻ T20 ടീമിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വ്യത്യസ്ത മറുപടികളുമായി ശുഭ്മാൻ ഗില്ലും രജത് പാട്ടിദാറും. എല്ലാ ഫോർമാറ്റിലും മികച്ചതാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗിൽ വ്യക്തമാക്കിയപ്പോൾ ഇന്ത്യൻ ടീം സെലക്ഷനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്ന് പട്ടീദാർ. ഇന്ത്യൻ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശിയെ പുകഴ്ത്തി WWE സൂപ്പർ താരം ഡ്രൂ മക്കിൻഡയർ. 15-ാം വയസ്സിൽ സൂര്യവംശി ചെയ്യുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്നും അവിശ്വസനീയമെന്നും ഡ്രൂ മക്കിൻഡയർ. ക്രിസ്ത്യാനോ റൊണാൾഡോ 2030 ഫിഫ ലോകകപ്പിൽ കളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ പോർച്ചുഗൽ ദേശീയ ടീം പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ്. 2030 ലോകകപ്പിൽ കളിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അതിനുള്ള യോഗ്യത റൊണാൾഡോ നേടിയെടുത്തിട്ടുണ്ടെന്ന് പ്രതികരണം. അൻസു ഫാറ്റിയെ നിലനിർത്താൻ ഫ്രഞ്ച് ക്ലബ്ബ് എസ് മൊണാക്കോ 11 മില്യൺ യൂറോയുടെ കരാറെന്ന് സൂചന. ഫിഫ ലോകകപ്പിൽ കാനഡയ്ക്ക് ആശ്വാസം. സൂപ്പർ താരം അൽഫോൺസോ ഡേവിസ് പരുക്കു ഭേദമായി ടീമിനൊപ്പം ചേരുമെന്ന് റിപ്പോർട്ട്. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. കന്നഡ എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ പുനീത് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രം അച്യുത അവതാരത്തിന്റെ കേരള പ്രൊഡക്ഷൻ ലോഞ്ചും ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചും കൊച്ചിയിൽ നടന്നു. മലയാള ചലച്ചിത്ര ലോകത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മി ആലപിച്ച ഗാനം റിലീസായി. അഭിഷേക് നാമ സംവിധാനം ചെയ്യുന്ന സോഷ്യോ ഫാന്റസി അഡ്വഞ്ചർ ചിത്രം നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ റിലീസിനൊരുങ്ങുന്നു. ജൂലൈ 3-നാണ് ചിത്രം ലോകമെമ്പാടും പ്രദർശനത്തിനെത്തുന്നത്. പുതുതായി പുറത്തിറങ്ങിയ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ തരംഗം. രൺവീർ സിംഗിന് പിന്തുണ പ്രഖ്യാപിച്ചും ഫെഡറേഷൻ ഓഫ് വെസ്റ്റേൺ ഇന്ത്യ സിനി എംപ്ലോയീസിനെ വിമർശിച്ചും സിനിമാ നിർമ്മാതാവും തിരക്കഥാ രചയിതാവുമായ രാം ഗോപാൽ വർമ്മ. തർക്കങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ തികച്ചും കാലഹരണപ്പെട്ടതാണെന്ന് കുറ്റപ്പെടുത്തൽ. പ്രതികരണം: രൺവീർ സിംഗും ഫർഹാൻ അക്തറും തമ്മിലുള്ള തർക്കം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തിയ മഹേഷ് നാരായണൻ ചിത്രം പേട്രിയോട്ട് OTT-യിലേക്ക് ജൂൺ 5 മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും.
യൂട്യൂബിൽ കുതിപ്പ് തുടർന്ന മോളിവുഡ് ടൈംസ് ടീസർ 6 ദിവസത്തിനിടെ 4 മില്യണിലധികം വ്യൂസ്. നസ്ലിൻ നായകനാകുന്ന ചിത്രം തിയേറ്ററുകളിലെത്തുക ജൂൺ 5-ന്. മലയാള ചിത്രം സീക്രട്ട് ഓഫ് കലിംഗയുടെ ടീസർ പുറത്ത്. സനീഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ധ്യാൻ ശ്രീനിവാസനും അൽതാഫ് സലീമും. കുട്ടികളെ തെറ്റായ ശീലങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കായിക രംഗം പ്രോത്സാഹിപ്പിക്കണമെന്ന് ബോളിവുഡ് നടൻ സുനിൽ ഷെട്ടി. കുട്ടികളെ ഏതെങ്കിലും ഒരു കായികനത്തിന്റെ ഭാഗമാക്കാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്നും സുനിൽ ഷെട്ടി. മൈൻക്രാഫ്റ്റ് ഗെയിമിനെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര പരമ്പരയിലെ 2ാമത്തെ ചിത്രം പ്രഖ്യാപിച്ചു. എ മൈൻക്രാഫ്റ്റ് മൂവി സ്ക്വയർഡ് 2027 തിയേറ്ററുകളിലേക്ക്. ചിത്രീകരണം ന്യൂസിലൻഡിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയയുടെ കട്ടൌട്ടിൽ 2 ലക്ഷം ലിറ്റർ പാൽ അഭിഷേകം നടത്തിയെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിക്കുന്നു. എന്നാൽ പ്രചരിക്കുന്നത് AI നിർമ്മിത വീഡിയോ ആണ്. ലേറ്റസ്റ്റ് ന്യൂസ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെതിരെ നോവാർട്ടിസിന്റെ പുതിയ ആൽഫ തെറാപ്പി മരുന്ന് ആദ്യഘട്ട പരീക്ഷണങ്ങളിൽ വൻ വിജയം. കമ്പനി വികസിപ്പിച്ച പുതിയ റേഡിയോ ഫാർമ മരുന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെതിരെ മികച്ച ഫലം നൽകുന്നതായി പരീക്ഷണ റിപ്പോർട്ട്. ചൈനയിൽ കൽക്കരി ഖനി ദുരന്തം നടന്ന 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഖനി അപകടം. യുനാൻ പ്രവിശ്യയിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത ഖനി തകർന്നു വീണ 5 തൊഴിലാളികൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജമ്മുകാശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് സൈന്യം. ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരാളെ പിടികൂടി. ഇയാളെ ജമ്മുകാശ്മീർ പോലീസിന് സൈന്യം കൈമാറി. ചാമ്പ്യൻസ് ലീഗിൽ PSG വിജയത്തിന് പിന്നാലെ പാരീസിൽ വൻ കലാപം. ആരാധകരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 219 പേർക്ക് പരിക്കേറ്റു. 8 പേരുടെ നില ഗുരുതരമാണ്. പാരീസിൽ ബസ്, ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ഇപ്പോൾ കിട്ടിയത്. തമിഴ്നാട്ടിൽ രഥത്തിനടിയിൽപ്പെട്ട ഒരു മരണം. 19കാരനായ ഹർഷനാണ് മരിച്ചത്. തിരുച്ചെങ്കോട് അർദ്ധനാരീശ്വര രഥോത്സവത്തിനിടെയായിരുന്നു അപകടം. താമരശ്ശേരി ചുരം 2ാം വളവിന് താഴെ വൻ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സം. 2 മണിക്കൂറിലധികമായി ഗതാഗത തടസ്സം നേരിടുന്നു. കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആർത്തവ അവധി പ്രഖ്യാപനത്തിൽ അപാകതകളില്ലെന്ന് മന്ത്രി KA തുളസി. ഒരു കുട്ടിയെയും മാറ്റി നിർത്തുകയല്ല, ആവശ്യമുള്ളവർക്ക് അവധിയെടുക്കാമെന്നാണ് പ്രഖ്യാപനം. സമൂഹത്തിൽ ആർത്തവ അവധിയെക്കുറിച്ച് വിവാദമുണ്ടെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി KA തുളസി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.